പീപ്പിൾ ടിവിയുടെ ന്യൂസ് ആൻഡ് വ്യൂസിൽ ചർച്ചയിൽ പ്രേക്ഷകരക്ഷങ്ങളെ സാക്ഷി നിർത്തി കലാഭവൻ മണി പറഞ്ഞ വാക്ക് പാലിച്ചു. കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നടന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചാൽ അയ്യപ്പ സന്നിധിയിൽ 101 തേങ്ങ ഉടയ്ക്കുമെന്നായിരുന്നു മണിയുടെ വാക്ക്. ഇന്നലെ സന്നിധാനത്തെത്തിയ മണി അയ്യപ്പ ദർശനത്തിനു ശേഷം പറഞ്ഞ വാക്ക് പാലിച്ചാണ് മടങ്ങിയത്. ചെന്നൈയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള ISL കണ്ട ഏറ്റവും ആവേശകരമായ മത്സരത്തിന്റെ ലഹരിയിൽ രാജ്യം മുഴുകിയപ്പോൾ ആ നിമിഷങ്ങൾക്കൊപ്പം പീപ്പിൾ TV ഒരുക്കിയ ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിലെ സജീവ സാന്നിധ്യമായിരുന്നു കലാഭവൻ മണി. ചർച്ചയുടെ വഴിമധ്യേ പലവട്ടം ബ്ലാസ്റ്റേഴ്സ് കിതച്ചപ്പോൾ മണി വിശ്വാസത്തിന്റെ വഴിയെ പാഞ്ഞു. സ്വന്തം ടീമിന്റെ വിജയത്തിനായി 101 തേങ്ങ അയ്യപ്പ സന്നിധിയിൽ ഉടയ്ക്കാമെന്നായിരുന്നു മണിയുടെ പ്രഖ്യാപനം. ഞാൻ ഒരു കാര്യം എടുത്തു പറയാണ്, ഇന്ന് കേരളം ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാളെ ശബരിമലയിൽ ഞാൻ 101 തേങ്ങ ഞാൻ ഉടച്ചിരിക്കും. നിമിഷങ്ങളുടെ വേഗതയിൽ അത് സംഭവിച്ചു. ചെന്നൈ ടീമിന്റെ സൂപ്പർ താരം മാർക്കോ മറ്റരാസിയുടെ പുറത്തുപോകും തുടർന്ന് സംഭവിച്ച അത്ഭുത ഗോളും ബ്ലാസ്റ്റേഴ്സിന് തുണയായി. ബ്ലാസ്റ്റേഴ്സ് പൊരുത്തു നേടിയ വിജയമാണെങ്കിലും തന്റെ പ്രാർത്ഥന കൂടി തുണച്ചു എന്ന് വിശ്വസിക്കുന്ന മണി നേർച്ച മുടക്കാൻ തയ്യാറായിരുന്നില്ല. ഇന്നലെ രാത്രി വൈകി സന്നിധാനത്തെത്തിയ മണി ശ്രീകോവിലെത്തി വണങ്ങിയ ശേഷം 18-ാം പടിക്ക് സമീപത്ത് 101 തേങ്ങകൾ ഉടച്ച് വാക്കുപാലിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുകയാണെങ്കിൽ 101 തേങ്ങ അടിക്കുന്നു ഞാൻ പറഞ്ഞിരുന്നു. അയ്യപ്പൻ്റെ സന്നിധിയിൽ 101 തേങ്ങ ഞാൻ അടിക്കുകയാണ്. ഇനിയും അടുത്ത ബോംബെയിൽ നടക്കുന്ന മത്സരത്തിൽ അവർക്ക് വിജയിക്കാനുള്ള അയ്യപ്പൻ്റെ ശക്തി അവർ തെളിയിച്ചിരിക്കും. അയ്യപ്പൻ്റെ ശക്തി അവരുടെ കാലിലും അവരുടെ മനസ്സിലും ലഭിച്ചിരിക്കും. തീർച്ചയായിട്ടും ജയിച്ചിരിക്കും. ചാലക്കുടിയിലെ വീട്ടിൽ നിന്നും ഇരുമുടിക്കെട്ടില്ലാതെ സുഹൃത്തുക്കളോടൊപ്പമാണ് മണി മല ചവിട്ടിയെത്തിയത്. എത്ര തിരക്കാണെങ്കിലും പതിവ് തെറ്റിക്കാതെ എല്ലാ വർഷവും അയ്യപ്പ സന്നിധിയിൽ എത്താറുണ്ടെന്ന് മണി പറഞ്ഞു. തനത് ശൈലിയിൽ ഒരു ശരണവിളിയും സമ്മാനിച്ചാണ് മണി മലയിറങ്ങിയത്. ഓം ഹരിഹരാസുതൻ ചിത്തൻ അയ്യനയ്യപ്പ സ്വാമിയേ, ശരണമയ്യപ്പ ശരണമയ്യപ്പ. ക്യാമറമാൻ വിനോദിനൊപ്പം BJ വിനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, സന്നിധാനം.